ചാരി നിൽക്കാൻ ഒരു മതിലുണ്ടെങ്കിൽ നേരെ നിൽക്കാൻ മടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് വാസ്തവമാണ്. ഇന്ന് നമ്മുടെ ഒപ്പം നടക്കുന്നവർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനും പഠിക്കണം. കൂട്ടത്തിൽ നടക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഒറ്റയ്ക്ക് നടക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും നാം പരിശീലിക്കണം. അവരുണ്ട് ഇവരുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവരിവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും നമ്മളൊന്നും പഠിക്കാതെ പോകും. പിന്നീട് അവർ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് നമ്മളിതെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇന്നേ സ്വന്തം കാലിൽ നിൽക്കാൻ നാം പരിശീലിക്കണം. സ്വന്തം കാലിൽ നിൽക്കുവാനും മനുഷ്യരിൽ ആശ്രയിക്കാതെ എല്ലാം സ്വയമായി ചെയ്യാനും നാം പരിശീലിച്ചിരിക്കണം. എവിടെയൊക്കെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. ജീവിതം ഒരു വലിയ യാത്രയാണ്. എന്നാൽ എവിടെ പോയാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഒറ്റപ്പെടുന്നുമില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 വർഷം നടന്നെന്ന്. അതവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ആണ്. മറ്റുള്ളവരുടെ കൂടെ നടക്കുന്നതിനേക്കാൾ അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവത്തിൻ്റെ സ്നേഹിതനായി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് മനുഷ്യരിൽ ആശ്രയിച്ച് നടക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാം. ഈ പ്രാർത്ഥനകൾ മുഖാന്തരം ഇങ്ങനെയുള്ള കൃപകൾ ദൈവം നിങ്ങൾക്ക് ധാരാളം തരട്ടെ. നമുക്ക് യേശുവിനെ പാടി ആരാധിക്കാം. മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ ആദിമുതലുന്നതം മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ
മഹത്വമാം സിംഹാസനം തലമുറകൾക്ക് സങ്കേതം ഇസ്രായേലിൻ പരിശുദ്ധനേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ മഹത്വമേ പ്രശംസയേ ആരാധന അങ്ങേക്കെന്നുമേ വിശ്വസ്തനേ ദയാലുവേ എൻ ദൈവമേ എൻ പിതാവേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കും എന്ന് യേശു പറയും. എന്തിനാ പറയുന്നത്? അത് സംഭവിക്കുമ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. കർത്താവ് എല്ലാ കാര്യവും നേരത്തെ പറയും. അത് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ്. എന്നിട്ട് യേശു പറയേണ്ടത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയം വരുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം. അടുത്ത വാക്യം, ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാനിത് നേരത്തെ നിങ്ങളോട് പറയുന്നു. ഞാൻ എന്നെ അയച്ച പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ മുൻകൂട്ടി സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ സമയം വരും. നിങ്ങൾ ജീവിതത്തിൽ കാര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഞാൻ നേരെ സംഭവിക്കുന്നതിന് മുമ്പേ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് അൽഫയും ഒമേഗയുമാണ്. ശീമോനെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ ബെറയോന ശീമോനാണ്, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എന്നാൽ നീ പത്രോസാകും, നിനക്ക് കേഫ എന്ന് പേരാകും. നീ ഏറ്റവും ഉറപ്പുള്ളവനും തൂണുമായി തീരുന്നത് കൊണ്ട് നിന്നെ കേഫ എന്ന് വിളിക്കും. പാറക്കഷണം പോലെ നീ ഉറച്ചു നിൽക്കുന്ന ഒരു സീസൺ വരും. ഇന്നത്തെ നിന്റെ അവസ്ഥയല്ല. അപ്പൊ യേശുവിനെ ഒരുവനെ കാണുമ്പോൾ തന്നെ അവൻ്റെ അവസാനം അറിയാം. എന്നാൽ വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മെ ജനിക്കുന്നതിന് മുമ്പേ അറിയാം. ഒരിക്കൽ ഞാനൊരു കാർട്ടൂൺ കണ്ടു. നമ്മുടെ ചർച്ചിലെ ഒരു മോള് അവളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാർട്ടൂണാണ്. അതായത് ഒരു കുഞ്ഞ് യേശു ഇരിക്കുന്നു, യേശുവിൻ്റെ പുറകെ വന്ന് കണ്ണിങ്ങനെ പൊത്തിയിട്ട് ഞാൻ ആരാണെന്ന് പറയാമോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയണം, കുഞ്ഞേ, നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടതാണ്. ഭയങ്കര സ്പർശനീയമായ ഒരു കാർട്ടൂണാണത്. ആ കാർട്ടൂൺ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എത്ര സ്പർശനീയമാണ്. അതായത് കർത്താവിന് മറവായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്നലകൾ അറിയാം, നമ്മുടെ ഇന്നുകൾ അറിയാം, നമ്മുടെ നാളുകൾ അറിയാം. അതുകൊണ്ടാണ് നദനിയേൽ ചോദിച്ചു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസറേനായ യേശുവിനെ പോയി കണ്ടിട്ട് വല്ല ഗുണമുണ്ടോ ഫിലിപ്പോസേ? ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണ്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഫിലിപ്പോസ് വിളിച്ചിട്ട് നദനിയേൽ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു പറഞ്ഞു, ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു.
നീ വേദനയോടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നീ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അതിൽ ഒരച്ഛൻ ഒരിക്കൽ കാത്തലിക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരച്ഛൻ, ഉടുപ്പൊന്നും മാറ്റിയിട്ടില്ല, രക്ഷിക്കപ്പെട്ട് വന്നിട്ടും അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു കൺവെൻഷന്. അദ്ദേഹം പറഞ്ഞത്, ഈ നദനയേലും യേശുവും ജനിച്ചത് ഒരേ സമയത്താണ്. അപ്പം നദനയേലും യേശുവും ജനിച്ച സമയത്ത് ഹെരോദ രാജാവ് ബേത്ലഹേമിൻ്റെ അതിരുകൾ മുഴുവനും ഉള്ള സ്ഥലങ്ങളിൽ പട്ടാളത്തെ അയച്ച് 2 വയസ്സിന് അതിന് താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെ കൊല്ലിച്ചു. റാമയിൽ വലിയൊരു കരച്ചിൽ കേട്ടു. റാഹേൽ മക്കളെക്കുറിച്ച് കരഞ്ഞു. അവൾക്ക് ആശ്വാസം കൊള്ളാൻ, മക്കളില്ലാത്തത് കൊണ്ട് ആശ്വാസം കൊള്ളാൻ മനസ്സില്ലാതെ വന്നു എന്ന് യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനം അവിടെ നിവർത്തിയായി. എല്ലാം നിവർത്തിയാകാനാണ് അത് സംഭവിച്ചത്. ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും, എന്തിനീ കുഞ്ഞുങ്ങൾ മരിച്ചു? ചില അടയാളങ്ങളാണത്. അങ്ങനെ ആ സമയത്ത് യേശു കുഞ്ഞ് തലേ രാത്രി തന്നെ ജോസഫിനെ അരുളപ്പാടുണ്ടായതുകൊണ്ട് യേശു കുഞ്ഞുമായിട്ട് മറിയയും ജോസഫും മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് പോയി. നദനയേലിൻ്റെ അമ്മ പട്ടാളക്കാരുടെ ശബ്ദം കേട്ടപ്പോൾ ഈ ആൺകുട്ടിയുമായിട്ട് ഓടിയെന്നാണ് ചരിത്രം. ഓടി ഒരു വീട്ടിൽ കയറി. ആ വീടിൻ്റെ മുൻവശത്തെ സാക്ഷ ഇട്ടിട്ട് പട്ടാളക്കാർ ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് പുറകുവശത്തെ വാതിലൂടെ ഇറങ്ങി, രാത്രി സമയമാണ്, ഓടുന്ന വഴിക്ക് ഈ കുഞ്ഞ് കരയുന്നു. അതുകൊണ്ട് പട്ടാളക്കാർ അതിൻ്റെ പുറകെ ചെല്ലുന്നു. ഈ അമ്മ ഈ കുഞ്ഞിനെ ഒരു വലിയ അത്തിയുടെ താഴ്വശത്തെ ഒരു പോതിനകത്തോട്ട് കയറ്റി തുണിയോട് ചേർത്ത് അങ്ങോട്ട് വെച്ചു. കുഞ്ഞെ, നിന്നെ രക്ഷിക്കാൻ വേറെ മാർഗമില്ല. എനിക്ക് നിന്നെ വളർത്തണമെന്നുണ്ട്, എനിക്ക് നിവർത്തിയില്ല, ഞാൻ ഓടുകയാണ്. കുഞ്ഞിനെ കുറേ ഉമ്മകൾ കൊടുത്ത് കരഞ്ഞിച്ച് ഈ അമ്മ കരഞ്ഞുകൊണ്ടൊരു വഴിക്ക് ഓടി. പട്ടാളക്കാർ ആ വഴിക്ക് ഓടി. ഏതോ ഒരു മഹാനായ മനുഷ്യൻ ഈ കുഞ്ഞിനെ എടുത്ത് രഹസ്യമായി വളർത്തി. അങ്ങനെ വളർന്ന കുഞ്ഞാണ് നദനയേൽ എന്ന് പറയുന്നത്. അതായത് സ്വന്തം പെറ്റ തള്ളക്ക് പോലും വളർത്താൻ കഴിയാതെ ഇട്ടേച്ചു പോയ ഒരു കുഞ്ഞാണ് അന്ന് ഈ നദനയേൽ. അവൻ അവിടെ കിടന്ന് കരഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് ആ അച്ഛൻ പറഞ്ഞത്. അതായത്, നദനയേലേ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നീ അത്തിയുടെ കീഴെ കിടക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടടാ. എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ചരിത്രമാണ്. ഇതുപോലെ കുറേ ചരിത്രങ്ങൾ, ബൈബിളിൻ്റെ സമാന്തരമായിട്ടുള്ള കുറേ ചരിത്രങ്ങൾ, അച്ഛന്മാരെ പോലെ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, അച്ഛന്മാരൊക്കെ ഒത്തിരി നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്നവരാണ് കാത്തലിക് അച്ഛന്മാരും ബിഷപ്പുമാരെല്ലാം. അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടായാൽ ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരു കന്യാസ്ത്രീ മഠത്തിലെ കന്യാസ്ത്രീകൾ ജീവിതം സന്യാസത്തിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. വളരെ വിലപിടിപ്പുള്ളവരാണ്. അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ, ഈ പാസ്റ്റർമാരെക്കാൾ ശ്രേഷ്ഠരായി. അധികം നേരം വേണ്ട, ശൗല് പൗലോസ് ആയതുപോലെ അവർ ഞങ്ങളെക്കാൾ 10,000 മടങ്ങ് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ പൂജാരിമാർ, സന്യാസിമാർ, ഹിമാലയത്തിലൊക്കെ പോയിരിക്കുന്ന സന്യാസിമാർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്. അവർക്ക് അറിയാവുന്ന സത്യത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നവരാണ്. എന്നാൽ യേശു ക്രിസ്തു എന്ന യഥാർത്ഥ സത്യം അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ അവർ ഞങ്ങളെക്കാൾ ഒത്തിരി അധികം അനുഗ്രഹത്തിൻ്റെ പാതകളിലൂടെ നടക്കും. അതിൻ്റെ അർത്ഥം, ഭോഷന്മാരെ, ഒന്നുമില്ലാത്തവരെയൊക്കെ കർത്താവ് ആദ്യം തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാനും. അതുകൊണ്ട് ശ്രേഷ്ഠന്മാരിനി വരാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ വഴിയൊരുക്കുന്നവരാണ്. ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ പ്രോഗ്രാം പങ്കെടുത്ത് ഇതിൽ എപ്പോഴും ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നത്. നിങ്ങൾ ദൈവരാജ്യത്തോട് ഒത്തിരി അകന്നവരല്ല. അങ്ങനെ യേശു ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമല്ല, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പേ
കർത്താവ് അവരെയെല്ലാം കണ്ടതാണ്. അപ്പോൾ യേശു അവരോട് പറയണം, ഇതെല്ലാം നേരത്തെ ഇത് സംഭവിക്കുന്നതിന് മുമ്പേ എനിക്കിതെല്ലാം കാണാൻ കഴിഞ്ഞു. നഥനയേലിനോട് ഇത് പറഞ്ഞപ്പോൾ നഥനയേൽ, നീ വാസ്തവമായിട്ടും ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞു. അപ്പോൾ നഥനയേലോട് യേശു പറഞ്ഞു, ഇത് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും. അപ്പം യേശുവിന് പറയാനുള്ളത്, യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരാൾ വലിയ കാര്യങ്ങൾ കണ്ടിരിക്കും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യമാണ്. ഇതിനേക്കാൾ വലിയത് നീ കാണും. 51-ാം വാക്യം, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും. അത് നീ കാണുമെന്നല്ല, ചുറ്റും നിൽക്കുന്നവരോട് പറയണ്. വിളിച്ചു കൊണ്ടുവന്ന ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും പത്രോസിനോടും എല്ലാവരോടും പറയണു, വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും. യേശുവിൻ്റെ അടുക്കൽ വന്നവർ ചെറിയ കാര്യങ്ങൾ കാണാൻ വിളിക്കപ്പെട്ടവരല്ല എന്ന ഒരു സത്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങൾ വലിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. ഇന്ന് ചെറിയ കാര്യങ്ങളിൽ ആരംഭിച്ചു എന്ന് മാത്രം. ആരംഭം അല്പമായിരിക്കും, എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് നിങ്ങളുടെ അന്ത്യം അതിമഹത്തായിരിക്കും. യോബ് 8:7, നിങ്ങൾക്കൊരു അവസാനം പരാജയമല്ല. ജീവിതത്തിൻ്റെ ആരംഭം കണ്ണുനീരും കയ്പുമായിരിക്കാം, ഭാരപ്പെടേണ്ട. നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നില്ലേ, ഇതിനേക്കാൾ വലിയത് കാണും. യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ ശിമോനായിട്ട് തുടങ്ങും, പത്രോസായി പൂർത്തിയാക്കും, ശൗലായി ആരംഭിക്കും, പൗലോസായി അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി പൂർത്തിയാക്കും. ചെറുതായി ആരംഭിക്കും, ചെറിയ ഒരു അരുവിയായി തുടങ്ങും, വലിയൊരു നദിയായി മാറും. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ ലജ്ജിക്കില്ല. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും. വലിയ കാര്യങ്ങൾ നടക്കുമെന്ന്, നദികൾ, വലിയ ഒഴുക്കുകൾ ഉണ്ടാകുമെന്ന്, അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്കായി യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ മാറുമെന്നാണ് യോഹന്നാൻ 7:37-38 വാക്കുകൾ പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകുമെന്ന്. എത്ര ഭയങ്കരമായ വാക്കുകളാണ്! നമുക്കത് വിശ്വസിക്കാം. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. നിങ്ങളൊരു അത്ഭുതമായിരിക്കും, നിങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചിരിക്കും, നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ വീടുകളിൽ ഇന്നു മുതൽ വലിയ കാര്യങ്ങൾക്കായി ഇവരുടെ ജീവിതം അത്ഭുതകരമായി വലിയ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെടട്ടെ. ഇന്ന് വരെയുള്ള പരാജയങ്ങൾ എല്ലാം ഒരു ജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമായി തീരട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാ ശാപങ്ങളെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തം എല്ലാ പാപത്തിൽ നിന്നും ജനങ്ങളെ വിടുവിക്കുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന എല്ലാവരും എല്ലാ മാനസിക അസ്വസ്ഥതകളിൽ നിന്നും പുറത്തു വരട്ടെ, ഉറക്കമില്ലായ്മയിൽ നിന്ന് പുറത്തു വരട്ടെ, ഡിപ്രഷനുകളിൽ നിന്ന് പുറത്തു വരട്ടെ, ധൈര്യമുണ്ടാകട്ടെ, കേസുകളിൽ പരാജയപ്പെടാതെ സത്യത്തിലും നീതിയിലും ജീവിക്കുന്നവർക്ക് സത്യമായ ജയമുണ്ടാകട്ടെ. ആരും കള്ളക്കേസുകളിൽ കുടുക്കി ചതിച്ച് വെച്ചിരിക്കുന്ന പലരും ഇന്ന് അതിൽ നിന്ന് ആരും നിങ്ങളെ ചതിച്ചൊതുക്കിക്കളയാതെ നിങ്ങളതിൽ നിന്ന് പുറത്തു വരുമെന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു. ആരൊക്കെയോ നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു വരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക. അവൻ ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന കർത്താവാണ്. ജീസസ് എവരിയുടെ നിങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ അല്പസമയത്തെ പ്രാർത്ഥന, അരമണിക്കൂറിൽ താഴെയുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മാത്രമല്ല, നിങ്ങളുടെ കൈത്താങ്ങൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിത് കുറച്ചുകൂടി കൂടുതൽ
അത് ചെയ്യാൻ കഴിയും, നന്നായി ചെയ്യാൻ കഴിയും. ഒത്തിരി മീഡിയ സന്ദേശങ്ങൾ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്ക് എത്തിക്കുവാൻ കഴിയും. അതിന് നിങ്ങളുടെ കൂട്ടായ കൈത്താങ്ങൽ ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന വേണം, നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് വേണം. വരിക, നമുക്ക് ഒരുമിച്ച് യേശുവിൻ്റെ രാജ്യം, ദൈവരാജ്യം പണിയാം. അടുത്ത ദിവസം ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.